നമസ്തേ. ജീവിതം വ്യർത്ഥമാണെന്ന് ചിന്തിക്കുന്ന യുവത സാമ്പത്തിക നേട്ടത്തിനായി അസാൻമാർഗിക മാർഗങ്ങൾ തിരഞ്ഞെടുക്കും. ഇത് നാടിന്റെ ശാപമായി മാറും. മോദി വിരുദ്ധതയുടെ ഭാഗമായി നടക്കുന്ന സർവേ ഫലങ്ങൾ ഇനിയും പല തലങ്ങളിലുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഉച്ചകഞ്ഞിയും പയറും കൊടുക്കുന്ന നമ്മുടെ കേരളത്തിൽ ജയിൽ പുള്ളികൾക്ക് പൊറോട്ടയും ബീഫും ചിക്കൻ ബിരിയാണിയും ലഭിക്കുമെന്നറിയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ലഡു പൊട്ടുന്ന തരത്തിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം മലീമസമാണ്. ഈ സവിശേഷ സാഹചര്യത്തെ സ്വാഭാവികം എന്ന് പറഞ്ഞൊരിക്കലും തള്ളിക്കളയാനുമാകില്ല. അഭ്യസ്തവിദ്യരും അനഭ്യസ്തവിദ്യരുമായ യുവജനതയിൽ അനാഥത്വം വിതറുക എന്ന രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇത്തരം സർവേകൾ കൊണ്ട് സംഘാടകർ ലക്ഷ്യമിടുന്നത്. യുവതലമുറകൾ ശങ്കിക്കേണ്ടതില്ല. രാജ്യവിരുദ്ധർ പടച്ചുവിടുന്ന അർദ്ധസത്യങ്ങളായ വാർത്തകൾ കണ്ട് ഭയപ്പെടേണ്ടതില്ല. ഭാരതത്തിലെ യുവജനതയ്ക്ക് അഭികാമ്യമായ നിരവധി തൊഴിലവസരങ്ങളാണ് ഭാരതത്തിൽ മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ നിരവധി അവസരങ്ങൾ വന്നു കഴിഞ്ഞു. ഭാരത ജനതയുടെ സുഖലോലുപമായ ജീവിതം സ്വപ്നം കാണുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളപ്പോൾ ഒരാൾ പോലും തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ 65 വർഷം ഭരിച്ചു മുടിച്ച് ചണ്ടിയാക്കി വെച്ച സാഹചര്യത്തിലാണ് മാറ്റത്തിന്റെ വികസനത്തിന്റെ വെള്ളി വെളിച്ചവുമേന്തി പുത്തൻ തലമുറയ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ നാടിനെ പുതിയ ഭരണാധികാരികൾ അഴിമതിരഹിതമായി നയിക്കുന്നത്. ഭക്ഷണം, വസ്ത്രം, ഭവനം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, റോഡ്, തോട്, വെള്ളം, വെളിച്ചം തുടങ്ങിയ ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ 20% പോലും നിറവേറ്റാതെയാണ് 65 വർഷം നമ്മെ ഒരു കൂട്ടർ ഭരിച്ചത്. എന്നാൽ ഇവയുടെ നടത്തിപ്പിന്റെ പേരിൽ നടന്ന സാമ്പത്തിക കൊള്ള അഥവാ അഴിമതി കണക്കാക്കിയാൽ ഇന്നത്തെ ഇന്ത്യയെ പോലെ 3 ഇന്ത്യയെ സൃഷ്ടിക്കാവുന്ന വിധം ലക്ഷത്തിൽ പരം സഹസ്ര കോടികളാണ് രാഷ്ട്രീയ നേതാക്കളും അവരുടെ സിൽബന്ദികളും ചേർന്ന് കട്ടുമുടിച്ചത്. 1980 ഇന്ത്യ റിപ്പബ്ലിക് ആയത് മുതൽ 2014 വരെ തുടർച്ചയായി എല്ലാ വർഷവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പാസാക്കിയ ബജറ്റുകളും ചിലവഴിച്ച തുകകളും കണക്കാക്കിയാൽ നാം വഞ്ചിക്കപ്പെട്ടതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. പല വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന്റെ മറവിലാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മാഫിയ സംഘം സ്വന്തം നാടിനോട് ഈ ചതി നടത്തിയത്. പദ്ധതികൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന തുകയുടെ പകുതി പോലും നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കൃത്യമായി പദ്ധതി നിർവഹിച്ചതായി രേഖകൾ സൃഷ്ടിച്ച് തുക അടിച്ചുമാറ്റുന്ന തട്ടിപ്പ് പരിപാടിയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുതൽ മുകളിലേക്കുള്ള ജനകീയ ഭരണാധികാരികൾ നടപ്പിലാക്കിയത് എന്ന് ഓരോ ഇന്ത്യൻ പൗരനും രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 2001 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രദാസ് ദാമോദർ മോദി ഭരണമേറ്റതു മുതൽ ഗുജറാത്തിലെ അഴിമതിരഹിത വികസന ഭരണം ഭാരതമാകെ ചർച്ചയായി. മോദിയെ താറടിച്ചു കാണിക്കാൻ വിദേശ ഇന്ത്യാവിരുദ്ധ ശക്തികളും സ്വദേശ ഇന്ത്യാവിരുദ്ധ ശക്തികളും കൈകോർത്തുകൊണ്ട് നടപ്പാക്കിയ നരഹത്യാ പദ്ധതികൾക്കും നാം സാക്ഷ്യം വഹിച്ചു. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് നെഞ്ചുവിരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മോദി തുടർച്ചയായി 3 തവണ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. മോദിയുടെ ഗുണവും ആവശ്യകതയും മനസ്സിലാക്കിയ ഭാരത ജനത അദ്ദേഹത്തെ തങ്ങളുടെ പ്രധാന സേവകനായി 2014 ജനാധിപത്യ മാർഗത്തിലൂടെ അവരോധിച്ചു. അതിന്റെ നേട്ടങ്ങൾ തുടക്കം മുതൽ തന്നെ ഭാരതം അനുഭവിച്ചു തുടങ്ങി. രാജ്യത്തെ 80% ജനങ്ങളും തങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ പോലും തെരുവീഥികളെയും റെയിൽവേ ട്രാക്കുകളെയും ഗ്രാമങ്ങളിലെ കുറ്റിക്കാടുകളെയുമാണ് ആശ്രയിച്ചിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത മോദിയുടെ പ്രഥമ പരിഗണന ഭാരത സ്ത്രീകളുടെ മാനം കാക്കുന്നതിനായി ഈ പ്രാകൃത സമ്പ്രദായത്തെ തുടച്ചു നീക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതി ശത്രുക്കളുടെ പരിഹാസ ശരങ്ങൾക്കിടയിലും വിജയകരമായി നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധരുടെ വായടപ്പിച്ചു. മാത്രമല്ല, ഗ്രാമീണ വനിതകൾ ജീവൻ പണയം വെച്ച് ഉൾക്കാടുകളിൽ പോയി ശേഖരിക്കുന്ന വിറകുകൾ ഉപയോഗിച്ച് അടുപ്പിൽ പുകയൂതി തീ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ 10 കോടിയിലേറെ കുടുംബങ്ങളാണ് ആശ്വാസം കണ്ടെത്തിയത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആരോഗ്യരംഗത്ത് വൻ വിപ്ലവമാണ് മോദി നടപ്പാക്കിയത്. ഇപ്പോഴത് വരുമാനം നോക്കാതെ 70 വയസ്സ് തികഞ്ഞവർക്ക് കൂടി നടപ്പാക്കിക്കൊണ്ട് മറ്റൊരു നാഴികക്കല്ല് കൂടി മോദി താണ്ടിയിരിക്കുന്നു. കർഷകർക്ക് ചെറിയ തോതിൽ ആശ്വാസം നൽകുന്ന സാമ്പത്തിക സഹായം നൽകാനും മോദി തയ്യാറായി. ആഹാരം, വെള്ളം, വെളിച്ചം, വൈദ്യുതി, ഭവനം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഗുണനിലവാരത്തോടെ തയ്യാറാക്കി കൊടുത്ത മോദി ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ലോക നിലവാരത്തിലാക്കുന്നതിന്
വ്യാവസായികവൽക്കരണത്തിന്റെയും പാത വെട്ടിത്തുറക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. കഴിഞ്ഞ ഒരു ദശവർഷക്കാലം കൊണ്ട് മോദി വിരുദ്ധരായ വിദേശ ശക്തികൾ ഭാരതത്തിന്റെ പ്രധാന സൗഹൃദ ശക്തികളായി മാറിയത് നമ്മുടെ കൺമുൻപിലെ വസ്തുതയാണ്. മുൻ ഭരണകൂടങ്ങളിലെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ സംഘവും അവരുടെ കുടുംബാംഗങ്ങളും സൗഹൃദ വലയങ്ങളും ചേർന്ന് ചുരുങ്ങിയത് അവരുടെ 10 തലമുറക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള വകയെങ്കിലും സമ്പാദിച്ചു വെച്ചിട്ടാണ്. ഇത് കണ്ട് വളരുന്ന പുത്തൻ തലമുറയുടെ ജീവിതം സഫലമാക്കാൻ തങ്ങളുടെ മുൻപിൽ പുതിയ സാഹചര്യങ്ങൾ കാണാതെ വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് യുവാക്കളുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കുന്ന പദ്ധതികളുമായി മോദി അവതരിച്ചിട്ടുള്ളത്. എന്നതുകൊണ്ട് നാടിന് ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് അവകാശപ്പെടാനാവില്ല. ഇവിടെ രാഷ്ട്രീയക്കാരായ MLA, MP, സർക്കാർ ഉദ്യോഗസ്ഥതയിലുള്ള ബോർഡുകൾ, കമ്പനികൾ, കോർപ്പറേഷനുകൾ, ഉപദേശക സമിതികൾ തുടങ്ങിയവയിൽ അധ്യക്ഷന്മാരും മെമ്പർമാരും ഒക്കെയായി വാഴുന്നവർക്ക് പ്രതിമാസം 4 ലക്ഷം രൂപയിലേറെ പ്രതിമാസ വരുമാനമുള്ളപ്പോൾ ബിരുദാനന്തര ബിരുദമുള്ള ഒരു ഗുമസ്തന്റെ അടിസ്ഥാന ശമ്പളം 19,000 രൂപയാണ്. ഈ അന്തരം സാമൂഹ്യ ജീവിതത്തിൽ ഏറെ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. നാടിന്റെ പൊങ്ങച്ച ആവാസ വ്യവസ്ഥയിൽ സഹജീവിയുടെ ജീവിത നിലവാരത്തിൽ എത്തിപ്പെടാനുള്ള തത്രപ്പാടിൽ ജനസേവകരാകേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും സേവന താൽപര്യം മാറ്റിവെച്ച് അഹങ്കാരികളും അഴിമതിക്കാരുമായി മാറുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും നിലനിർത്തിക്കൊണ്ട് ചില പ്രധാന ആവശ്യങ്ങൾ മോദി രാജ്യത്ത് നടപ്പാക്കേണ്ടതുണ്ട്. അവയിൽ ചിലത് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നു. തൊഴിൽ വേതനങ്ങൾ വർദ്ധിപ്പിക്കണം. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണം. നിത്യോപയോഗ വസ്തുക്കളുടെ വില വർധനവ് പിടിച്ചു നിർത്തണം. ആരോഗ്യരംഗത്തെ സൗജന്യ സേവനങ്ങൾ മധ്യവർഗങ്ങൾക്ക് കൂടി ലഭ്യമാക്കണം. രാജ്യത്തൊട്ടാകെ വിദ്യാഭ്യാസ സിലബസ് ഏകീകരിക്കണം. സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ വിഭജിത വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാർത്ഥികളിൽ അപകർഷതാബോധം സൃഷ്ടിക്കുന്നുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ ഈ വിദ്യാഭ്യാസ വിവേചനം കുട്ടികളെ പരിഹാസപാത്രങ്ങളാക്കുന്നുണ്ട്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി കണ്ടുകൊണ്ട് തൊഴിൽ ലഭ്യത കൈവരിക്കുന്നത് വരെയുള്ള വിദ്യാഭ്യാസം സമ്പൂർണ്ണ സൗജന്യമാക്കണം. വിദ്യാലയങ്ങളിലെ കുബേര കുചേല വിഭജനം ഇല്ലാതാക്കാൻ ഇത് ഉപകരിക്കും. വിദ്യാഭ്യാസ വായ്പയെടുത്ത് തിരിച്ചടവിന് പ്രാപ്തിയില്ലാതെ വരുമ്പോൾ ആത്മഹത്യയ്ക്കൊരുങ്ങുന്ന കുടുംബങ്ങളെ ഇതുമൂലം സംരക്ഷിക്കാനാകും. തൊഴിൽ ലഭ്യമായതിനു ശേഷമുള്ള തുടർ പഠനത്തിന് സർക്കാർ ബാധ്യതപ്പെടേണ്ടതില്ല. കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സഹായ പദ്ധതികൾക്ക് നൽകുന്ന തുക കാലികമായി വർദ്ധിപ്പിക്കണം. കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പാക്കണം. ഇത്തരത്തിൽ നമ്മുടെ യുവജനതയ്ക്ക് നിരാശാ ജീവിതത്തിൽ നിന്ന് പിടിച്ചു കയറാൻ നൂതന പദ്ധതികൾ നടപ്പാക്കി ജീവിതം സമ്പന്നമാക്കാൻ കേന്ദ്ര സർക്കാരും അതിനെ നയിക്കാൻ ജനകീയ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിവുമുള്ള ഒരു സാധാരണ ചായക്കച്ചവടക്കാരൻ നമുക്ക് പ്രധാന സേവകനായുള്ളപ്പോൾ യുവത എന്തിന് നിരാശപ്പെടണം? സധൈര്യം മോദിക്ക് പിന്തുണ നൽകൂ. ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ.